ഹായ്. അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ദിനാശംസകൾ. അപ്പോൾ ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും വിളക്കുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിലും വിളക്കുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിളക്ക് ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മഴയുടെ കോളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ കത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെല്ലാം വിളക്ക് കത്തിച്ച ശേഷം ഞങ്ങളിതാ ചെട്ടുളങ്ങര അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇതാ വിളക്കിൽ തിരി എണ്ണയൊക്കെ ഒഴിക്കുന്നതേ ഉള്ളൂ. മഴയുടെ ചെറിയ കോളുള്ളതുകൊണ്ടായിരിക്കണം അവരിത്ര ലേറ്റാക്കിയത്. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടി തിരിയൊക്കെ ഇടാൻ തുടങ്ങി. പൊന്നൂസിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. ആദ്യക്കൂട്ടം കൂട്ടായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ സന്ധ്യയൊക്കെ ആകാറായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരി തെളിയിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് പേര് ദേവിയുടെ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ വിളക്കുകളെല്ലാം തെളിഞ്ഞ് ലക്ഷക്കണക്കിന് ദീപങ്ങളാണ് ദേവിയുടെ തിരുമുമ്പിൽ കത്തി നിൽക്കുന്നത്. കാണാൻ എന്നാ ഭംഗിയായിരുന്നറിയാവും, ഒരു രക്ഷയില്ല. പക്ഷേ ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കത്തിച്ച് വരുമ്പോഴത്തേക്ക് കുറേയൊക്കെ അണഞ്ഞു പോകും. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അങ്ങനെ ദേവിയുടെ മുന്നിൽ വിളക്കുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ഇത്രയും വിളക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റിയത്. കാരണം ഒത്തിരി ലേറ്റായതുകൊണ്ട് ഞങ്ങൾ ഓടി നടന്ന് കത്തിക്കുമായിരുന്നു. പിന്നെ താഴെ വിളക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽക്കൊണ്ട് അത്ര ഫ്രീ ആയിട്ട് വിടാൻ പറ്റത്തില്ലായിരുന്നു. കുറേയൊക്കെ കത്തിച്ചു. പിന്നെ ഞങ്ങൾ ഇനി മാറി. പിന്നെ ദേവിയുടെ ദീപാരാധനയൊക്കെ കണ്ടു തൊഴുതു, ആലുവിളക്ക് കണ്ടു തൊഴുതു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ ആദ്യക്കൊട്ടനൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാർത്തികാശംസകൾ.